ഒരിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് നോക്കി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നിപ്പോൾ ജനങ്ങൾ മുഖ്യമന്ത്രിയോടും LDF സർക്കാരിനോടും പറയുകയാണ് കടക്ക് പുറത്ത് എന്ന്. ഒന്നും രണ്ടും കാര്യത്തിനല്ല, നിരവധി കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇവർ UDF-നെതിരെ പലതും ആരോപിക്കുന്നു. ജനങ്ങൾക്കത് തിരിച്ചറിയാം, ഇതെല്ലാം വെറുതെ ഉള്ള ആരോപണങ്ങളാണ് എന്നും ഇപ്പോൾ ഈ LDF സർക്കാർ നേരിടുന്ന ആരോപണങ്ങളുടെ വാസ്തവം എന്താണ് എന്നുള്ളതും ജനങ്ങൾക്ക് നന്നായിട്ട്. ഏറ്റവും ഒടുവിലത്തെ ഈ ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള, അത് ഈ കേരളത്തിലെ ഏതൊരു വ്യക്തിക്കും ഈ ഒരു സംഭവത്തിൽ LDF സർക്കാരിനെതിരെയുള്ള ആ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ശക്തമാണ്. ഇത് മറച്ചു പിടിക്കാനായിട്ട് പല വിഷയങ്ങളുമായി LDF സർക്കാർ UDF-നെ നേരിടാൻ വേണ്ടിയിട്ടും ഇതിന്റെ ഈ സംഭവങ്ങൾ അതിൽ മുക്കിക്കളയാൻ വേണ്ടി പലതുമായി രംഗത്തെത്തിയെങ്കിലും അതൊന്നും ഒന്നിലും മുങ്ങിയില്ല. കാരണം ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ അയ്യപ്പന്റെ സ്വർണം കട്ടവരാണ് ഈ LDF സർക്കാർ എന്ന് പറയുന്നുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിക്കുകയും അതിനുശേഷം ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വോട്ടിനായിട്ട് ശബരിമലയിലെ സ്ത്രീകളെ കയറ്റിയത് മോശമായി പോയി, അതായത് അതൊരു പരാജയ കാരണമാകാം എന്നുള്ള ഒരു തിരിച്ചറിവിന് ഭാഗമായിട്ട് അയ്യപ്പ സംഗമം നടത്തി അതിലും വീണ്ടും കോടികളുടെ അഴിമതി നടത്തി കട്ടുമുടിക്കുകയാണ് ഈ LDF സർക്കാർ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അപ്പോൾ അതിനെതിരെ ജനങ്ങൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ CPM-നും LDF-നും ഇപ്പോൾ യാതൊരു സംശയവുമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് മൺമറഞ്ഞു പോയവരെ പോലും ചേർത്തുകൊണ്ട് UDF സർക്കാർ 10 വർഷങ്ങൾക്ക് മുൻപുള്ള UDF സർക്കാരിന്റെ പേരിൽ ഇവർ പോസ്റ്ററുകൾ അടിച്ച് വിതരണം ചെയ്യുകയാണ്. പക്ഷേ അപ്പോൾ ഇവർ ആലോചിക്കുന്നില്ലേ ഇവർ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ്? ജനങ്ങളുടെ മുന്നിൽ ഇവർ എന്താണ് തലയിൽ മുണ്ടിട്ട് വെളിയിറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ LDF സർക്കാരും മന്ത്രിമാരും ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് KPC ലളിതയെയും സിനിമാ താരങ്ങളായ KPC ലളിതയെയും ഇന്നസെന്റിനെ ഉപയോഗിച്ച് മദ്യത്തിനെതിരെ പ്രചാരണം നടത്തുകയും അതിനുശേഷം 29 അത്രയിലുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം 850 പരം എണ്ണത്തിലേക്ക് ബാറുകളുടെ എണ്ണം ഉയർത്തുകയും എന്നിട്ട് ഇപ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുമ്പോൾ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുകയും, അപ്പൊ ഈ ബാറുകളാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ജനങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന ഒരു ധാരണയാണ് ഇവർക്കുള്ളത്. പക്ഷെ ആ ബാർ കോഴയെ കുറിച്ച് UDF സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇപ്പോഴും അതിന്റെ പേരിൽ കോൺഗ്രസ് നേതാവായും MLA ആയ K ബാബുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഈ LDF സർക്കാർ അതേ ബാറിൽ തന്നെ ഇവരുടെ അട്ടിമറി ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൽ നിന്ന് ഒരുപാട് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ബാർ മുതലാളികളാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇവർക്ക് പൈസ ഒരുപാട് കൊടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റിയതിന്റെ തെളിവുമായി V കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യന്നൂരത്തെ ഒരു സഖാവ് ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ പുസ്തകവുമായി എത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇത്രയധികം അഴിമതികളെ മൂടി വെക്കാനായിട്ട് UDF-ന്റെ പേരിൽ തെളിയിക്കപ്പെടാത്ത കുറെ ആരോപണങ്ങളുമായാണോ ഇവർ ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? അല്ലേ ചേച്ചി, എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഒരിക്കലും ഇവരുടെ നേട്ടങ്ങൾ പറഞ്ഞ് വിജയിക്കാൻ അല്ലെങ്കിൽ അധികാരത്തിലെത്താൻ കഴിയില്ല എന്നുള്ളത് CPM-നും അവരുടെ PR ടീമിനും അറിയാം. ഇത് യഥാർത്ഥത്തിൽ ഒരു ക്യാമ്പയിന്റെ ഭാഗമാണ്. സത്യത്തിൽ ഇതൊരു PR ഫൈറ്റ് ആയിട്ട് നമുക്ക് കൂട്ടേണ്ടി വരും. കാര്യം നമുക്കറിയാം, കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് സമയം 3 മുന്നണികൾക്കും PR ടീം ഉണ്ടാകും. LDF-ന്റെ PR ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് MV നികേഷ് കുമാറാണ്. നമുക്കറിയാം, ഓരോ ദിവസവും നികേഷ് കുമാർ കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് പാർട്ടിയെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് കോൺഗ്രസിന്റെ PR ടീം എന്നല്ല, കോൺഗ്രസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിലാണ്. ഞങ്ങൾക്ക് കനകോലുവിന്റെ റിപ്പോർട്ടിൽ വിശ്വാസമില്ല എന്ന് ഈ പറയുന്ന പോലെ മന്ത്രി പറഞ്ഞിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു, ഞങ്ങൾക്കൊരു കനകോലുവിലും അല്ല വിശ്വാസം, ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം എന്ന് പറഞ്ഞിരുന്നു. കനകോലു എന്ന് പറയുന്നത് അത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള കാര്യമാണ്. കനകോലുവിന്റെ സർവേ എന്ന് പറയുന്നത് അത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നടക്കുന്ന കാര്യമാണ്. അത് ഒരിക്കലും ഈ മലയാള മനോരമയുടെ ഏഷ്യന്റെ സർവേ പോലെ അല്ലല്ലോ, കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്ന സർവേ ആണ്. അത് കനകോലു എവിടെയും പറഞ്ഞിട്ടില്ല, അത് കോൺഗ്രസ് യോഗത്തിലാണ് കനകോലു പറഞ്ഞത്. അന്ന് പരിഹസിച്ച് പറഞ്ഞവരാണ്. കടക്ക് പുറത്തുനിന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിനെ ടാഗ് ലൈനായി ഉപയോഗിച്ചുകൊണ്ട് അതൊരു ക്യാമ്പയിനായി മുന്നോട്ട് ആദ്യം തുടങ്ങിയത് ഈ പറയുന്ന കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആയിരുന്നു. അവരാദ്യമേ പറയുന്നുണ്ടായിരുന്നു, അവരുടെ ക്യാമ്പിൽ പോലും പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇനി പുതിയ പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ പോകുന്നത്, അതിൻ്റെ അകത്ത് ടാഗ് ലൈൻ എന്ന് പറയുന്ന വാക്ക് കടക്ക് പുറത്ത് എന്നുള്ളതാണെന്ന്. ഈ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും കടക്ക് പുറത്ത് എന്ന് പറയുമോ എന്ന രീതിയിലാണ് ഈ ക്യാമ്പയിൻ പോകുന്നത്. അപ്പോൾ
തിരിച്ച് എങ്കിൽ ഞങ്ങളും ഇതാ ക്യാമ്പയിൻ ഇറക്കുന്നു എന്നുള്ള രീതിക്കാണ് ഇരുണ്ട കാലം എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞ 10 വർഷമായി CPM അല്ലെങ്കിൽ LDF ആണല്ലോ അധികാരത്തിലുള്ളത്. അപ്പൊ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ കാര്യങ്ങൾ എന്താണ് വളരെ മോശമായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫുൾ അഴിമതിയായിരുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വികസനം പോലും എത്തിയിട്ടില്ല എന്ന രീതിയിലുള്ള ഇരുണ്ട കാലം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനുമായി LDF പോകുന്നു. ഇതിന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കടക്കുപുറത്ത് എന്ന് പറയുന്ന വാക്ക് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കോൺഗ്രസിന്റെ ക്യാമ്പയിൻ പോകുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടായിരുന്നു. മറുവശത്ത് നികേഷിന്റെ ബുദ്ധിയിൽ ഉദിച്ചത് പഴയ കാര്യങ്ങൾ കൊണ്ട് തനിക്കുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ കൂടി ഈ ക്യാമ്പയിനിൽ നികേഷ് കുമാർ ഉപയോഗിക്കാൻ ശ്രമിച്ചു. മരിച്ചുപോയ ആളുകളെ, ഇപ്പൊ സോളാർ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മറിച്ച് ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള മരിച്ചുപോയ വ്യക്തികളെ കൂടി ആ കാർഡിൽ, അല്ലെങ്കിൽ അവരെ കൂടി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോവുകയും അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ട് അത് പിൻവലിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു PR ടീം. അപ്പം അത്രത്തോളം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അത്രത്തോളം ശ്രദ്ധയില്ലാത്തതാണ്. ഇത്രയും മുതിർന്ന മാധ്യമ പ്രവർത്തകനായ നികേഷും മറ്റ് മുതിർന്ന മാധ്യമ പ്രവർത്തകരുമുള്ള ഒരു ടീമാണ് LDFന്റെ PR ടീം എന്ന് പറയുന്നത്. ആ ഒരു PR ടീമിന് അബദ്ധം പറ്റുകയും, അല്ലെങ്കിൽ ആ ഒരു തെറ്റ് വീണ്ടും ആദ്യം മുതലേ പറയുന്നുണ്ട്, ആ LDFന്റെ PR ടീമിൽ തന്നെ പറയുന്നുണ്ട്, നികേഷ് കുമാർ എന്ന ഏകാധിപതിയാണ് അവിടെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ആ നികേഷ് കുമാറിന് പിഴച്ചോ, അല്ലെങ്കിൽ നികേഷ് കുമാറിന് എവിടെയാണ് പിഴച്ചതെന്ന് ചോദിക്കേണ്ടി വരും. കാരണം ആ ഒരു കാർഡ്, അല്ലെങ്കിൽ ആ മരിച്ചുപോയ വ്യക്തികളെ അപമാനിച്ചു എന്ന രീതിയിൽ വന്നപ്പോൾ അത് പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യം LDFന് തിരിച്ചടി തന്നെയാണ്. പ്രതിപക്ഷം അടക്കം പറയുന്നത് ഈ പറയുന്ന KM മാണി ആയിരുന്നു ബാർക്കോഴയിൽ ഏറ്റവും കത്തി നിന്ന വ്യക്തി, അല്ലെങ്കിൽ KM മാണിയുടെ പേര് പറഞ്ഞെടുത്ത് ഇന്ന് ആ കാർഡിൽ KM മാണിയുടെ പേര് പറയുന്നില്ല, ബാബുവിന്റെ പേരാണ് പറയുന്നത്. അതല്ലേ ഇപ്പൊ ഈ മരിച്ചുപോയ ആൾക്കാരുടെ പേര് പറയുന്നില്ലേ? CPMന്റെ പണ്ടേ ഉള്ള ഒരു രീതിയാണ്, എതിരാളികൾ ആരെങ്കിലും മരിക്കുമ്പോൾ അവർക്കെതിരെ മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പെഴുതുക എന്നുള്ളത്. പക്ഷെ CPMൽ ആർക്കെങ്കിലും മരിക്കുമ്പോൾ ആരെങ്കിലും അവരെ പറ്റി അന്ന് അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വലിയ രോദനവുമായി രംഗത്തെത്തുകയും ചെയ്യും. അവർക്ക് പല നയങ്ങളാണ് അവർക്ക്. അല്ല, അപ്പൊ അതും ഒരു ചോദ്യമാണ്. പ്രതിപക്ഷം അടക്കം ചോദിക്കുന്ന ഒരു കാര്യം, അന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ പേര് KM മാണിയുടേതാണ്. KM മാണിയുടെ മകൻ ഇവരുടെ മേഖലാജാഥ നയിച്ചത് കൊണ്ടും, അല്ലെങ്കിൽ ഇവർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണോ KM മാണിയുടെ പേര് പറയാത്തത് എന്നാണ് പ്രതിപക്ഷത്തിന് LDFനെ അടിക്കാനുള്ള അടി, അല്ലെങ്കിൽ അടിക്കാനുള്ള അവസരം ഈ PR ടീം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോ ഒരു ബേസിക് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ചിന്തിക്കണമല്ലോ, ഈ PR ടീം ചെയ്യേണ്ട എന്താണ്, നമുക്ക് അനുകൂലമാകുമോ തിരിച്ചടിയാകുമോ എന്ന് പോലും ചിന്തിക്കാതെ അവർ ഒരു ക്യാമ്പയിനുമായി പോയെങ്കിൽ ഞങ്ങൾ അടുത്ത ക്യാമ്പയിനുമായി പോകുന്നു എന്ന രീതിയിലാണ്. അല്ല, ചേച്ചിക്ക് അറിയാലോ, നിയമസഭയിൽ കാണിച്ച അതേ ആളുകളാണ് ഇപ്പൊ സമരം എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കാമെന്ന് പറയുന്നത്. അതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, KT ജലീൽ ഒരു കാര്യം പറഞ്ഞു, ആ കസേര ഞാൻ നേരെ എടുത്ത് വെച്ചതായിരുന്നു, അല്ലാതെ മറിച്ചിട്ടതല്ലെന്ന്. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും ആ യൂട്യൂബിൽ കിടപ്പുണ്ട്, എങ്ങനെയാണ് നേരെ വെച്ചത് എന്നുള്ളത് കാണാൻ. പിന്നെ KM മാണിക്കെതിരെ ഇത്രയധികം പ്രഹസനം നടത്തി എതിർത്തവർ, അതിനുശേഷം ജോസ് കെ മാണി LDFലേക്ക് വന്നതിന് ശേഷം ബജറ്റിൽ KM മാണിക്ക് വേണ്ടി സ്മാരകം പണിയാൻ വേണ്ടി ബജറ്റിൽ തുക നീക്കിയിരിക്കുകയും ചെയ്തായിരുന്നു. അല്ല, അതൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചെയ്തതായിരിക്കും. അപ്പോൾ KM മാണി പുണ്യാളനായി. അതിന് മുൻപേ വരെ കള്ളനായിരുന്നു. നോട്ടടിക്കുന്ന മെഷീൻ വീട്ടിലുണ്ടായിരുന്നു, ബാർ മുതലാളിമാരിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചു, ഇതെല്ലാം ആരോപണങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോ ബാറിന് സമയം കൂട്ടി കൊടുത്തതൊന്നും ഒരു അഴിമതിയല്ല, ഒരു കൈക്കൂലിയുടെ ആവശ്യം. അല്ല ചേച്ചി, ഇപ്പോ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്നത് LDF സർക്കാരാണല്ലോ. അപ്പൊ ഈ PR ടീമിന് നല്ലൊരു സർക്കാർ ആയിരുന്നെങ്കിൽ, ഞാൻ പറയുന്നു നല്ലൊരു സർക്കാർ ആയിരുന്നെങ്കിൽ PR ടീമിന് ഈ പറയുന്ന പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയും ടാർഗറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാൽ വിജയിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവർക്കത് ഇല്ലാത്തത് കൊണ്ടാണോ ഇത്തരം ബുദ്ധിമുട്ടുന്നത്? പക്ഷെ വീണ്ടും ഒരു സംശയമുള്ളത് നികേഷ് കുമാറിന്റെ കാര്യത്തിലാണ്. നികേഷ് കുമാർ ഇത് എന്തറിഞ്ഞിട്ടാണ്? ഒരിക്കലും നികേഷ് കുമാർ ഇതൊന്നും അറിയാത്തൊരു വ്യക്തിയല്ലല്ലോ. മാധ്യമ പ്രവർത്തകനാണ്, രാഷ്ട്രീയത്തിൽ അത്യാവശ്യം സ്വാധീനമുള്ള മനുഷ്യനാണ്, രാഷ്ട്രീയം അറിയാവുന്ന, ചെറുപ്പം മുതൽ മാധ്യമ പ്രവർത്തകൻ എന്നതിനപ്പുറം ചെറുപ്പം മുതൽ രാഷ്ട്രീയം കണ്ടു വളർന്ന ആളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയം അത്രയും അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നികേഷ് കുമാർ ഈ കളി കളിക്കുന്നത്? ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നികേഷ് കുമാർ അച്ഛന്റെ CMBയുമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇനി CMB ഏറ്റെടുത്ത് കോൺഗ്രസിനൊപ്പം നിൽക്കാനായിരിക്കുമ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരെ പരാജയപ്പെടുത്താൻ രാഷ്ട്രീയമല്ലേ, എന്ത് സംഭവിക്കാം, അതൊരു വശത്ത്. പിന്നെ ഈ LDF സർക്കാരിന് പറയാൻ ഏത് വകുപ്പാണ് മാനം മര്യാദയ്ക്ക് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് പറയാൻ ഇങ്ങേറ്റം. ഇപ്പം മറ്റ് വകുപ്പുകളെ കാര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ആഭ്യന്തര വകുപ്പ് വെറും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് പ്രകടമായ കാര്യങ്ങൾ വെച്ച് കുറ്റം പറയാനുണ്ടായിരുന്നു. പക്ഷേ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ദേവസ്വം വകുപ്പ്, അതിനെയാണ് ഈ പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കത്തക്ക രീതിയിൽ ഒരു കാരണങ്ങളും ഇല്ലായിരുന്നു.
പക്ഷെ ഇപ്പോൾ ഏറ്റവും വലിയ അഴിമതിക്ക് മറുപടി പറയേണ്ട അവസ്ഥയാണ് ദേവസ്വം വകുപ്പിനുള്ളത്. അല്ല, അവിടെയും പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന ഇവരുടെ ക്യാമ്പയിനിലും ശിവകുമാറിന്റെ ഫോട്ടോ കൊടുത്തിട്ട് അല്ലെങ്കിൽ ചിത്രം പങ്കുവച്ചിട്ട് പറയുന്നുണ്ട് ശബരിമലയിലെ പാത്രത്തിന്റെ അഴിമതി. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം വരെ കട്ടുകൊണ്ട് പോയവരെ അല്ല, പാത്രത്തിന്റെ അഴിമതിക്ക് ശിവകുമാർ മന്ത്രിയായിരുന്നെങ്കിൽ അദ്ദേഹം മറുപടി പറയണം. ഇരുണ്ട കാലമാണ്. പക്ഷേ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം എങ്ങനെ കടത്തി എന്ന് പോലും അറിയാൻ കഴിയാത്തിടത്ത് ആ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, അത് ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നവരാണ് പാത്രത്തിന്റെ അഴിമതിയുടെ പേരിൽ ശിവകുമാറിനെ ക്രൂശിക്കാൻ വേണ്ടി പോസ്റ്റർ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത്. അല്ല, ഇവരിപ്പോ ഇവരുടെ സ്വന്തം, ഞാൻ അതാ പറഞ്ഞത്, നികേഷ് കുമാർ എന്തുദ്ദേശിച്ചാണെന്ന് അറിയില്ല. ഇവര് പറയുന്ന അല്ലെങ്കിൽ ഈ PR ടീം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചടിയാകുന്നത് CPM-നും പാർട്ടിക്കുമാണ്. ഓരോ ദിവസവും CPM-നെ അടുത്തത് എന്ത് പറഞ്ഞ് വെട്ടിലാക്കാമെന്ന് തന്നെയാണ് നികേഷ് കുമാറും PR ടീമും മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ജനങ്ങൾ വേണ്ട, PR ടീം തന്നെ തോൽപ്പിക്കാനുള്ള വകുപ്പ് ഉണ്ടാകും. അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ നികേഷ് കുമാർ CPM-ന്റെ പാളയം വിടുമോ എന്നും കണ്ടറിയാം.